നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കാർപ്പറ്റ് പ്ലാന്റ്സ് അഥവാ ഫോർഗ്രൗണ്ട് പ്ലാന്റ്സ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് എങ്ങനെ നടുന്നു, അതിൻ്റെ പരിപാലനം എങ്ങനെ, വാട്ടർ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫെർട്ടിലൈസർ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ കൊടുക്കണം, ഏതൊക്കെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാം, വാട്ടർ ഫ്ലോ എങ്ങനെ വേണം, ലൈറ്റ് എങ്ങനെ വേണം, കാർബൺ ഡയോക്സൈഡ്, ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പറയുന്നതായിരിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാർപ്പറ്റായിട്ട് വളരുന്ന പ്ലാന്റ്സും ടാങ്കിൻ്റെ മുൻഭാഗത്ത്, അതായത് ഫ്രണ്ട് സൈഡിൽ നട്ടു വളർത്തുന്ന ചെടികളെ കുറിച്ചിട്ടാണ്. കാർപ്പറ്റ് പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്നത് ഗ്ലൂസോസ്റ്റിഗ്മ, മോണ്ടികാർലോ, ക്യൂബ, ഹെയർ ഗ്രാസ്, നമുക്ക് മോസിനെയും ആ ഗാത്തിൽപ്പെടുത്താം. ഇങ്ങനെയുള്ള ചെടികളാണ് നമുക്ക് കാർപ്പറ്റ് പ്ലാന്റ്സ് ആയിട്ടുള്ളത്. പല രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഫുൾ സൈസ് മാറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് ക്യൂബ, HC ക്യൂബയുടെ ഫുൾ മാറ്റാണ്. ഇത് മോണ്ടികാർലോ, ഹെമിയാൻതസ് മോണ്ടികാർലോ. ഇത് ഗ്ലോസോസ്റ്റിഗ്മ. ഇത് ഹെയർ ഗ്രാസ് ബഞ്ചായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഹെയർ ഗ്രാസ് ബഞ്ച് നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പാക്കിയിട്ട് നടാം. ഇതിൻ്റെയൊക്കെ പോട്ടുകൾ, SS പാഡുകൾ, ഇതെല്ലാം അവൈലബിൾ ആണ്. ഹെയർ ഗ്രാസ്, ഇത് ത്രിഫാത്തിത്ത ഹോണ്ട, ക്യൂബ, മോണ്ടികാർലോ. ഇത് മോസുകൾ, പലവിധ മോസുകൾ നമുക്ക് കാർപ്പറ്റായിട്ട് കിട്ടുന്നത്, SS പാഡ് കാർപ്പറ്റായിട്ട് കിട്ടുന്നത് നമുക്ക് ടാങ്കിൻ്റെ ഫ്രണ്ട് സൈഡിലോ റോക്കുകളുടെ മേലിലോ ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് വളർത്താവുന്ന രീതിയിൽ കിട്ടുന്നതാണ്. ഇത് മോസ് തന്നെ റോക്കിൻ്റെ മേളിൽ, മോസ് റോക്കിൻ്റെ മേളിൽ വളർത്തിയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാർപ്പറ്റ് പ്ലാന്റ്സ് വളർത്തുമ്പോൾ അഥവാ ഫോർഗ്രൗണ്ട് പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ആദ്യം നടുന്ന രീതി. കാർപ്പറ്റ് പ്ലാന്റ്സ് നമുക്ക് നടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ളൊരു സോയിൽ, പ്ലാന്റേറ്റിന് എക്വരത്തിന് പറ്റിയ രീതിയിലുള്ള ചെടികൾ വളരുന്ന ടൈപ്പ് ഒരു സോയിൽ. ആ സോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ന്യൂട്രിയൻസ് ഉള്ളതുണ്ട്, ന്യൂട്രിയൻസ് ഇല്ലാത്തതുമുണ്ട്. ന്യൂട്രിയൻസ് ഇല്ലാത്തതാകുമ്പോൾ ഇത് പ്ലാന്റ് ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് തുടങ്ങണം. ഓൾറെഡി അതിനകത്ത് ഫെർട്ടിലൈസർ ഉള്ള സോയിലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 മാസം വരെ നിൽക്കാനുള്ള ഫെർട്ടിലൈസർ സോയിലിനകത്തുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് സോയിലിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്താൽ മതി. സോയിൽ ടാങ്കിനകത്ത് ആഡ് ചെയ്യുന്നതിന് മുമ്പേ ആവശ്യത്തിനുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ പൗഡർ ആഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ആവശ്യത്തിന് സോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് കറക്റ്റ് ചെയ്യാം. നമ്മൾ കാർപ്പറ്റ് പ്ലാന്റ് മാത്രമേ നടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സോയിൽ മാത്രം മതി. മോയ്സ്ചർ ആവശ്യത്തിന് ഉണ്ടാവില്ല. മോയ്സ്ചർ ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ റൂട്ട് നട്ട ഉടനെ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് മോയ്സ്ചറൈസ് വരുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് മോയ്സ്റ്റ് ആക്കി കൊടുക്കുക. നനവുണ്ടാവണം സോയിലിൽ. ഇത് നമ്മുടെ ക്യൂബ മാറ്റാണ്. നല്ല തിക്കായിട്ട് വളർന്ന മാറ്റാണ്. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ടാങ്കിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഗ്രോ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. നമുക്ക് ഫിൽറ്ററിൻ്റെ പൈപ്പുകൾ ഇങ്ങനത്തെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും കൂടി നമ്മൾ കൊടുക്കണം. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ഡ്രൈ ആയി പോകരുത്. ആവശ്യത്തിന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കണം സോയിലും പ്ലാന്റും.
വളരെ തിക്കായിട്ടുള്ള മാറ്റായത് കാരണം നമ്മൾ നട്ട് 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതിനെ ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർഗ്രോ ചെയ്ത് സ്പേസ് ഇല്ലെങ്കിൽ പ്ലാന്റിൻ്റെ വേര് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊക്കെ 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് ഇത് എല്ലാ ഭാഗത്തേക്കും മുഴുവനായിട്ടും വളർന്ന് തിക്കായിട്ട് ഉണ്ടായിക്കൊള്ളും. ഗ്യാപ്പില്ലാതെ എല്ലാ ഭാഗത്തും സോയിൽ ഫില്ല് ചെയ്യുക. സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് കൃത്യമായിട്ട് ആ ഭാഗത്തേക്ക് വളർന്നു വരുള്ളൂ. ഇത് ഡ്രൈ സ്റ്റാർട്ട് മെത്തേഡ് അഥവാ DSM മെത്തേഡ് എന്ന് പറയും. ഡ്രൈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടാങ്കിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കാതെയാണ് ചെടി വളരാൻ സമയം കൊടുക്കുന്നത്. നമ്മൾക്ക് ഇത് ഏകദേശം 2-3 ആഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് വേര് പിടിച്ച് ടാങ്കിനകത്ത് കൃത്യമായിട്ട് ഈ ഗ്യാപ്പുകളിലൊക്കെ വളർന്ന് തുടങ്ങും. അതുവരെ നമ്മൾ ടാങ്ക് ക്ലിങ് റാപ്പ് അഥവാ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് വെച്ച് മൂടി വയ്ക്കണം. ഡ്രൈ സ്റ്റാർട്ട് മെത്തേഡിൽ നമ്മൾ ഈ ക്ലിങ് റാപ്പ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ മോയ്സ്ചർ നഷ്ടപ്പെട്ടു പോകില്ല. അത് കിച്ചൺ യൂസിന് ഉപയോഗിക്കുന്ന റാപ്പായാലും മതി. അതാണ് കുറച്ചുകൂടി ചെറിയ ടാങ്കുകൾക്ക് വളരെ എളുപ്പം. വലിയ ടാങ്കുകൾക്ക് സ്ട്രെങ്ത് കൂടിയത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെച്ചതിന് ശേഷം 1-2 ഹോളുകൾ ഇട്ട് കൊടുക്കണം. എയർ സർക്കുലേഷൻ ഉണ്ടാകണം. രണ്ടോ മൂന്നോ ഹോളുകൾ ധാരാളമാണ്. എയർ പാസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് ലൈറ്റ് ആദ്യത്തെ 3 ദിവസങ്ങളിലൊരു 4 മണിക്കൂർ, ഒരാഴ്ച വരെ 4 മണിക്കൂർ കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം 6 മണിക്കൂർ വരെ ലൈറ്റ് വേണം. 3 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് റാപ്പ് മാറ്റി ഗ്രാജുവലി വെള്ളം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഫിൽട്രേഷൻ സിസ്റ്റം, ഫെർട്ടിലൈസർ എല്ലാം കൊടുത്തു തുടങ്ങാൻ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ടാങ്കിനകത്ത് ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസർ ഉണ്ടാവുന്ന. ഫെർട്ടിലൈസർ നമുക്ക് ലിക്വിഡായിട്ട് കിട്ടും, ടാബ്ലറ്റ് ആയിട്ട് കിട്ടും, ചെറിയ സ്റ്റിക്കുകളായിട്ട് കിട്ടും, പൗഡറായിട്ട് DIY മെത്തേഡുകളിൽ ഇങ്ങനെയൊക്കെ കിട്ടാനുണ്ട്. കാർബൺ പ്ലാന്റ്സിന് ഏറ്റവും ബുദ്ധിമുട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യ കുറച്ച് ദിവസങ്ങളിൽ സോയിലിനകത്തുള്ള ന്യൂട്രിയൻസ് മുഴുവൻ ഇവർ റൂട്ട് വഴി വലിച്ചെടുത്തതിന് ശേഷം ആ സോയിലിനകത്തുള്ള ന്യൂട്രിയൻസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ കോളത്തിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോയിലിൻ്റെ അടിയിലേക്ക് ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് വരുന്നില്ല എങ്കിൽ, നോർമലി തിക്കായിട്ട് കാർപ്പറ്റ് പ്ലാന്റ്സ് വളർന്നു കഴിഞ്ഞാൽ സോയിലിനകത്തേക്ക് വാട്ടർ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ പതുക്കെ കാർപ്പറ്റ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറഞ്ഞ് ശോഷിച്ച് ഇല്ലാതെയാവും. നമ്മൾക്ക് റൂട്ട് ടാബ്ലറ്റുകൾ ഗുളിക രൂപത്തിൽ അല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് ഫെർട്ടിലൈസർ കിട്ടാറുണ്ട്. ഇത് നമുക്ക് സോയിലിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ നമ്മൾ റൂട്ട് ടാബ് ഇൻസേർട്ട് ചെയ്ത് അതല്ലെങ്കിൽ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ, അതായത് അതിന് തൊട്ട് അടുത്ത ഭാഗങ്ങളിൽ മാത്രം പ്ലാന്റ് നന്നായിട്ട് വളരും. എല്ലാ ഏരിയയിലും ഈക്വലായിട്ട് പ്ലാന്റ് വളരില്ല. അത് വെച്ച ഒരു ഭാഗം മാത്രം ഒരു ചെറിയൊരു ഗ്രോത്ത്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ പഴയതുപോലെ തന്നെ തിന്നായിട്ട് വളരുന്നു അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നു എന്ന രീതിയിലേക്ക് വരും. അതില്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാട്ടർ കോളത്തിനകത്ത് ഡോസ് ചെയ്യുന്ന വോളിയം, ഇപ്പോൾ നമ്മൾ 40 ലിറ്ററിനകത്തേക്ക് 5 ml ഡോസ് ചെയ്യുന്നു എന്ന് കരുതുക. അതിൻ്റെ 1/3 ഭാഗം വാട്ടർ കോളത്തിനകത്ത് ഡോസ് ചെയ്യുക, ഒരു ഭാഗം വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സിറിഞ്ച് കൊണ്ട് നമ്മുടെ സോയിലിനകത്തേക്ക് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് വഴിയുള്ള ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ കറക്റ്റാവും. പ്ലാന്റ് ഗ്രോത്ത് എല്ലാ ഭാഗത്തും ഈവണായിട്ട് വളരും. കാർപ്പറ്റ് വളരെ നന്നായിട്ട് തിക്കായിട്ട് വളരുകയും ചെയ്യും. കാർപ്പറ്റ് പ്ലാന്റ്സ് വളർത്തുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണത്, വാട്ടർ കോളത്തിനകത്ത് മാത്രം ഡോസ് ചെയ്യുക. അപ്പോൾ അത് സിറിഞ്ച് വെച്ച് ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആകും. നമുക്ക് സാധാരണ ഒരു ഡിസ്പോസിബിൾ സിറിഞ്ച് 60 ml 50 ml ഒക്കെ കിട്ടുന്ന ഒരു ഡിസ്പോസിബിൾ സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡോസ് ചെയ്യാം. നമ്മുടെ ന്യൂട്രിയൻസ് ഡോസ് ചെയ്യേണ്ട അളവ് നമ്മൾ എടുക്കുക,
5 ml ആണ് സാധാരണ നമ്മൾ ഡോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ഏകദേശം 2 ml 2 ml എടുത്തതിന് ശേഷം ഒരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ വെള്ളം നമ്മൾ ടാങ്കിൽ വെള്ളം തന്നെ എടുത്താൽ മതി. എടുത്തതിന് ശേഷം നമ്മുടെ ടാങ്കിനകത്ത് ഇങ്ങനെ സിറിഞ്ച് വെച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിന് ഡാമേജ് വരുന്നില്ല. എല്ലാ ഭാഗത്തും ഈവനായിട്ട് സോയിലിനകത്ത് ഫെർട്ടിലൈസർ എത്തുന്നു. ഈ രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും തുല്യമായിട്ട് ഫെർട്ടിലൈസർ എത്തും. അത് കാരണം പ്ലാന്റ് ഗ്രോത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടാവും. ഒരു ഭാഗത്ത് തിക്നെസ് കൂടി ഒരു ഭാഗത്ത് തിക്നെസ് കുറഞ്ഞ് എന്നത് ഒരിക്കലും വരില്ല. എല്ലാ ഭാഗത്തും ഈവനായിട്ട് വരും. നല്ല തിക്കായിട്ട് നമ്മുടെ കാർപ്പറ്റ് പ്ലാന്റ്സ് വളരുന്നതാണ്. ന്യൂട്രിയൻസിനകത്ത് പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർപ്പറ്റ് പ്ലാന്റ്സ് ആയാലും ഏത് പ്ലാന്റ്സ് ആയാലും വേണ്ടത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെടികൾ കൺസ്യൂം ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ്. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, കാർബൺ, സൾഫർ, മഗ്നീഷ്യം ഇതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്. ഇത് കൂടാതെ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവേ വേണ്ടു. അയൺ, മോളിബ്ഡനം, ബോറോൺ, കാഡ്മിയം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അളവിൽ വേണ്ട ന്യൂട്രിയൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ NPK മിക്സറാണ്. ഇതിനകത്ത് കാർബൺ നമ്മൾ CO2 ഗ്യാസ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കാം. ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അയൺ അതുപോലെയുള്ള ട്രേസ് എലിമെൻറ്റ്സ് എല്ലാം വളരെ കുറഞ്ഞ അളവിൽ വേണ്ടത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരേ ദിവസം ആഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അയണും ഫോസ്ഫറസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് രണ്ടിൻ്റെയും അവൈലബിലിറ്റി ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മൈക്രോ ഡോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മാക്രോ ഡോസ് ചെയ്യുക. അങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഡോസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. ലിക്വിഡ് കാർബൺ കൂടി ചെറിയ വോളിയത്തിൽ ഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഗെ കൺട്രോളിൽ നിൽക്കും, അയൺ അവൈലബിൾ ആയിട്ടുള്ള ഫോമിൽ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. അതോടൊപ്പം 1/3 ഭാഗം സിറിഞ്ച് വഴി സബ്സ്ട്രേറ്റിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ലിക്വിഡ് കാർബൺ സബ്സ്ട്രേറ്റിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പാടില്ല. മൈക്രോയും മാക്രോയും മാത്രമേ സബ്സ്ട്രേറ്റിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പാടുള്ളൂ.